എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യമാരെ കർത്താവിലെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വർഗതുല്യമായിരിക്കുന്ന അനുഭവം കുടുംബത്തിനകത്തുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിച്ചു വരുമ്പോൾ സ്വർഗവും ഭൂമിയും ഈ ഭൂമിയിൽ തന്നെയാണ്, സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്വർഗം എവിടെയാ? എന്റെ ഭവനം തന്നെയാം സ്വർഗം. എന്റെ ഭവനത്തെ ഞാൻ പലപ്പോഴും നരകതുല്യമാക്കി തീർക്കുകയാണ്. ആമേൻ. എന്റെ ഭവനം സ്വർഗതുല്യമായി തീരണമെങ്കിൽ ഒന്നാമതായി ഭവനത്തിലെ ഓരോ വ്യക്തികളും ദൈവ ഭയമുള്ളവരായിരിക്കണം. ദൈവ വചനം കേൾക്കുന്നവരായിരിക്കണം. ദൈവ വചനം അനുസരിക്കുന്നവരായിരിക്കണം. ദൈവ വചനമോ മനുഷ്യന് പാപത്തിൽ നിന്നുള്ള രൂപാന്തരവും, ദൈവ വചനമോ സ്വസ്ഥതയും സമാധാനവും, ദൈവ വചനമോ സമൃദ്ധിയും നന്മയും നൽകുകയും വചനം അനുസരിച്ച് ജീവിക്കുന്നവന് സ്വർഗീയമായിരിക്കുന്ന ഭാഗ്യങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് സ്വർഗസ്ഥ പിതാവ്. സഭയാകുന്ന തലയ്ക്ക് പിതാവായിരിക്കുന്ന ദൈവം സകല സമൃദ്ധികളെയും നൽകി അനുഗ്രഹിച്ചപ്പോൾ സഭ ക്രിസ്തുവിന്റെ അടിസ്ഥാനമായിരിക്കുകയും അതേ സഭയുടെ വിശ്വാസത്തിന്റെ നടുവിൽ ഭവനത്തിൽ ഭർത്താക്കന്മാരെ ഭാര്യമാർ ബഹുമാനിക്കുകയും വേണം. അതാ ലേഖകനായ എഫേസ്യർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആമേൻ. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു പോയാൽ, ആമേൻ, കീഴടങ്ങുവാൻ കഴിയാത്തതായ സ്ത്രീകളെ കാണുവാൻ കഴിയും. ഭർത്താക്കന്മാരെ ബഹുമാനിക്കുവാൻ കഴിയാത്ത സ്ത്രീകൾ, ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയാത്ത സ്ത്രീകൾ, ഭർത്താവിനെ ആദരിക്കുവാൻ കഴിയാത്ത സ്ത്രീകൾ, ഭർത്താവ് എന്റെ തലയാകുന്നു എന്നും ഭർത്താവ് എന്റെ അനുഗ്രഹമാകുന്നു എന്നും ഭർത്താവ് എന്നെ ശ്രേഷ്ഠമായി പുലർത്തുന്നവനെന്നും ബഹുമാനിക്കുവാൻ കഴിയാതെ ഭർത്താക്കന്മാരെ തള്ളിപ്പറയുന്നതായ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടവർ. ഭർത്താവിനെ ബഹുമാനിക്കുവാൻ കഴിയുന്നവർ, തന്റെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തി ബഹുമാനയോഗ്യമാക്കി തീർക്കുന്നതായ പുരുഷന്മാരെ സ്നേഹിപ്പാൻ കഴിയാത്തതായ സ്ത്രീജനങ്ങൾ. ഉത്തമമായ സ്ത്രീ എങ്ങനെയുള്ളവൾ ആയിരിക്കും? ഉത്തമയായ സ്ത്രീ ഓരോ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരത്തിലും തന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവളായിരിക്കും. തന്റെ ഭവനത്തിലെ ഭർത്താവിനെയും മക്കളെയും തനിക്കുള്ളതിനെ മുഴുവനും ദൈവകരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നവളായിരിക്കും. ദൈവ ഭയമുള്ള ഭർത്താവിനെ ബഹുമാനിക്കുന്ന
കുടുംബത്തിന് മാതൃകയായിരിക്കുന്ന സ്ത്രീകൾ ദൈവവചനം കേൾക്കുന്നവളും ക്രിസ്തുവിനെ ആരാധിച്ച് ബഹുമാനം നൽകുന്നതായ ഒരു സ്ത്രീക്ക് മാത്രമേ തന്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് നൽകേണ്ട ബഹുമാനം കൊടുക്കത്തില്ല. ദേവാലയത്തിനകത്ത് ഇതുപോലെ വിശ്വാസിയായ സ്ത്രീ വേറെ ഇല്ല. ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ ഇതുപോലെ മാന്യതയുള്ള സ്ത്രീ വേറെയില്ല. നമ്മൾ ചിന്തിക്കുമ്പോ എന്തുമാത്രം ദൈവഭക്തയായ സ്ത്രീ! കർത്താവിനെ ബഹുമാനിക്കുന്നവൾക്ക് മാത്രമേ തന്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നവളോടുകൂടെ മാത്രമേ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിൽക്കത്തുള്ളൂ. ആ കൃപാവരങ്ങൾ ഉള്ളവൾക്ക് മാത്രമേ ദൈവാലയത്തെ സ്നേഹിപ്പാനും ആരാധിപ്പാനും കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഭർത്താവിനെ ബഹുമാനിക്കാതെയും സ്നേഹിക്കാതെയും രാപ്പകൽ പ്രാർത്ഥിച്ചെന്നോ ഉപവസിച്ചുവെന്നോ ആമേൻ അന്യഭാഷയിൽ സംസാരിച്ചു എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവാലയത്തിലെ എല്ലാ പ്രവൃത്തികളിലും വ്യാപൃതയായിരിക്കുന്ന സ്ത്രീ ഭവനത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഒന്നാമളായി വ്യാപൃതയായി മക്കളെയും ഭർത്താവിനെയും സ്നേഹിക്കുന്നവളും അവർക്ക് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും സമൃദ്ധിയോടുകൂടെ നൽകുന്നവളുമായിരിക്കണം. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കണം. നേരം വെളുത്തു കഴിഞ്ഞാൽ ഭക്ഷണം ഒരുക്കി വെക്കും. ഭർത്താവ് തിന്നാലും കൊള്ളാം, ആമേൻ, മക്കള് തിന്നാലും കൊള്ളാം. ഞാൻ ഉണ്ടാക്കേണ്ടതെല്ലാം ഇത് ഉണ്ടാക്കി അടുക്കളപ്പുറത്ത് വച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഭക്ഷിച്ചോളണം. ആമേൻ. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഒന്നാമതായി അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നവളായിരിക്കണം. നീ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിലൂടെ ഭർത്താവിന്റെ മനസ്സ് എന്തെന്നില്ലാത്ത സന്തോഷത്താൽ നിറയുന്നതും നീ അറിയാതെ നിന്നെ സ്നേഹിക്കുന്നവനുമായി തീരും. നീ ഒരുക്കി കൊടുക്കുന്നതായ ഭക്ഷണം ആമേൻ അവന് അനുഭവിപ്പാൻ ഇഷ്ടമില്ലാത്തതാണ് എങ്കിൽ നീ അറിയാതെ തന്നെ നിന്റെ ഉള്ളത്തിൽ ഭർത്താവിന നിന്നോടുള്ള വെറുപ്പ് ഉണ്ടായി തുടങ്ങുകയാണ്. നമ്മൾ പറയും, അമ്മേ, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ആമേൻ, എന്റെ ഭർത്താവിന് എന്നോട് ആമേൻ പഴയതുപോലത്തെ ഇഷ്ടങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം നിന്നിൽ നിന്നും പുറപ്പെട്ടു വരണം. നിന്നിൽ നിന്നും പുറപ്പെട്ടു വന്നാൽ മാത്രമേ ആമേൻ നിന്നെ ഇഷ്ടപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഭർത്താവിനെ ബഹുമാനിക്കുവാൻ പഠിക്കണം. ഇന്നത്തെ കാലത്ത് സീരിയലൊക്കെ കണ്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാല്, നല്ലൊരു സിനിമയൊക്കെ കണ്ട് ഇരുന്ന് കഴിഞ്ഞാല്, ഫോണൊക്കെ കണ്ടങ്ങ് ഇരുന്ന് കഴിഞ്ഞാല് ഭവനത്തിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ ഒന്ന് സ്നേഹിപ്പാൻ ബഹുമാനിക്കുവാൻ കഴിയത്തില്ല. ആ ഭർത്താവ് വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കുവാൻ, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റാൻ തന്നെ സ്നേഹിക്കുന്നതായ ഭർത്താവ് എനിക്ക് വേണ്ടി അധ്വാനിച്ച് മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടുകൂടെ ഒരു ദാഹജലം കൊടുക്കുവാൻ മനസ്സില്ല. ഇന്ന് ഏതെങ്കിലും ഭാര്യമാര് ഭർത്താവ് വന്നാല് ഏതെങ്കിലും റൂമിനകത്ത് ഇരുന്ന് കഴിഞ്ഞാല് ആ റൂമിൽ തന്നെ ഇരുന്നോളൂ. രണ്ടാമതായി നിന്റെ ഭർത്താവിന് നിന്നോടുള്ള വെറുപ്പ് അവിടെ തുടങ്ങുന്നു. ഹല്ലേലൂയ.
നിന്റെ ഭർത്താവിന് നൽകേണ്ട ബഹുമാനം നീ കൊടുത്തില്ല. ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടുവരികയാ, എന്റെ ഭവനത്തിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ മുൻപിലുണ്ടാകും. അവന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം ആ ഭവനത്തിന്റെ മുൻപിൽ വന്ന് എത്തുമ്പോൾ തന്നെ സകലതും ഉടഞ്ഞു പോകുകയാ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിന്റെ ഭർത്താവിന് നൽകേണ്ട ബഹുമാനം നൽകിയിട്ടില്ല, നീ കൊടുക്കേണ്ടതായ ആദരവ് നൽകിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നീ സ്നേഹിക്കുന്നത് നിന്റെ ഭർത്താവിനെ അല്ല. ആമേൻ. അവന്റെ കയ്യിലുള്ള സമ്പത്തിനെ മാത്രമെങ്കിൽ, നീ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് ഈ ഭൂമിയിൽ കാണപ്പെടുന്നതായ നിന്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാതെ ദൈവാലയ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നീ ദൈവത്തിന് അടുത്തമുള്ള ആമേൻ ഒരു മകളായി തീർന്നുവെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ആദരവും കൊടുക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായിരിക്കുന്നു. ആമേൻ. തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഹല്ലേലൂയ. ഭർത്താവിനെ ബഹുമാനിക്കുവാൻ അറിയാത്ത സ്ത്രീകൾ പുറത്തുപോയി ഭർത്താവിനെ കുറ്റം പറയും, തന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും. ഭർത്താവിനെ അപമാനിക്കുവാൻ പറ്റുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് അപമാനിക്കുവാൻ തുടങ്ങുമ്പോൾ, അല്ലയോ സ്ത്രീജനങ്ങളെ, നീ നിന്നെ തന്നെ, നിന്റെ തലയെയും നിന്റെ കുടുംബത്തെയും അപമാനിക്കുകയത്രേ ചെയ്യുന്നത്. പുറത്തുപോയി പറയും, എന്റെ ഭർത്താവ് കഴിവുകെട്ടവൻ, കുടുംബം നോക്കാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ. ആമേൻ. ഇത് പറയുമ്പോൾ ചിന്തിക്കുന്നത് ആ സ്ത്രീയെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ്. നിന്റെ കുടുംബക്കാരുടെ മുൻപിൽ നിന്റെ ഭർത്താവിനെ നീ തരം താഴ്ത്തുന്നുവോ? ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്റെ ഭർത്താവിനെ നീ തരം താഴ്ത്തുന്നുവോ? ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹിതരുടെയും മുൻപിൽ നിന്റെ ഭർത്താവിനെ തല താഴ്ത്തുന്നു എങ്കിൽ, അപമാനിക്കുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ അപമാനിക്കുന്നു. ഒരു പരിഹാസപാത്രമായി നീ തീർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവിനെ അപമാനിക്കുന്ന സ്ത്രീ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭർത്താവിനെ ദുഷിക്കുന്ന സ്ത്രീ ദുഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിന്റെ കുടുംബത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും നീ അപമാനപാത്രമായി തീരാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്തുകൊണ്ട്, നിന്റെ തലയാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവാണ്, എന്നെ യോഗ്യമാക്കുന്ന പദവിയിലേക്ക് ആക്കി വച്ചിരിക്കുന്നു എന്ന ബഹുമാനം നിനക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുവാനിടയാകും. ഹല്ലേലൂയ. വെറുക്കുന്നു ഒന്ന്, യാമേൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ ഓർക്കുക. രണ്ട്, യാത്രകൾ ചെയ്ത് ഉപജീവനങ്ങൾ കഴിഞ്ഞു മടങ്ങി വരുന്നതായ ഭർത്താവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും നൽകേണ്ടതായ ദാഹജലങ്ങൾ കൊടുത്തു സ്വീകരിക്കുവാനും പഠിക്കുക. മൂന്ന്, യോഗ്യമായിരിക്കുന്ന പദവികൾ നൽകി ഭർത്താവിനെ ആമേൻ അപമാനിക്കാതിരിക്കുക. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുകയും. എത്ര ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു? ഭർത്താവ് ഒന്ന് പറഞ്ഞ രണ്ട് പറയും. ആമേൻ. ഒന്ന് ചെയ്താൽ അതിന്റെ ഇരട്ടി ചെയ്യും.
ഇന്നത്തെ കാലത്ത് സ്ത്രീയും പുരുഷനും സമത്വമാണ്. ഇന്നത്തെ നമ്മുടെ റേഷൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് മുൻഗണന. അതുകൊണ്ട് സ്ത്രീ പറയുന്നു, ഞാനാണ് ഭവനത്തിന്റെ നാഥ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഭർത്താവിനെ വരച്ചുവരയിൽ നിർത്താൻ വേണ്ടി ഭാര്യമാർ ബന്ധപ്പെടുന്നു. നിന്റെ ജീവിതവും കുടുംബത്തെയും നീ തകർക്കുവാൻ നോക്കുന്നു. അല്ലയോ ഭാര്യമാരെ, സഭ ദൈവത്തിന് കീഴടങ്ങി ഇരിക്കുന്നത് പോലെ നീ നിന്റെ ഭർത്താവിന് കീഴടങ്ങുന്നവളായിരിക്കണം. അല്ലാത്ത പക്ഷം നീ നിന്നെയും നിന്റെ ഭർത്താവിനെയും കുടുംബത്തെയും നാശത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു കുടുംബം ഭിന്നതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ കാരണം സ്ത്രീകൾ പുരുഷന്മാരെ ബഹുമാനിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഭവനത്തിൽ പുരുഷൻ ഭാര്യയോട് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാനും ചെയ്യുവാനും കഴിയാതെ വരുമ്പോൾ നിന്റെ ഭർത്താവിന് നിന്നോടുള്ള ഇഷ്ടത്തിനും നിന്നോടുള്ള വെറുപ്പിനും കാരണമായി തീരുന്നു. ഭാര്യയോട് പറയുകയാണ്, അല്ലയോ ഭാര്യയെ, എന്റെ ഭവനം ഇന്നൊരു ചിട്ടവട്ടങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട്, നീ അത് ചെയ്ത് വാക്കണം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നു എങ്കിൽ നിശ്ചയമായും നിന്റെ ഭർത്താവ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. നിന്റെ മനസ്സിൽ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്ന സ്ത്രീകളെ മനസ്സുകൊണ്ട് വെറുക്കുവാൻ തുടങ്ങും. ഭാര്യയോട് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യ പറയും, ഇപ്പോഴും വയ്യ, കുറെ കഴിയട്ടെ. ഭർത്താവ് ചിലപ്പോൾ അംഗീകരിച്ചിരിക്കാം. കുറെ കഴിഞ്ഞു, ഒരു ദിവസമായി, 2 ദിവസമായി, പറഞ്ഞ കാര്യത്തിന് പൂർത്തീകരണം വരാതിരിക്കുമ്പോൾ നിന്റെ ഭർത്താവിന് നിന്നോട് കോപം ചലിക്കുവാൻ തുടങ്ങും. നിസ്സാരമായിരിക്കുന്ന കോപങ്ങൾ നിന്റെ കുടുംബ ജീവിതത്തെയും സ്വസ്ഥതയും നശിപ്പിക്കുവാൻ തുടങ്ങും. ഭാര്യ പറയും, എന്റെ ഭർത്താവിന് സ്നേഹമില്ല. ആമേൻ. ഇന്നത്തെ കാലത്ത് സിനിമയും മറ്റു സീരിയലുകളും മറ്റുള്ള ഇതെല്ലാം കണ്ടിട്ട് പൈങ്കിളി ലോഹത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം. വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. ഭർത്താവിനോട് പറയും, എനിക്കിത് ശരീര സുഖമില്ല, ഹോട്ടലിൽ നിന്ന് റെഡിമെയ്ഡ് ഭക്ഷണമുണ്ട്, വാങ്ങിച്ചിട്ട് വാ. നിർബന്ധമില്ല. ആമേൻ. അപ്പോഴത്തെ ജീവിത സാഹചര്യത്തെ ഓർത്തവർ ഹല്ലേലൂയ, ആ ഭർത്താവ് ഹോട്ടലുകളിലേക്ക് ഓടുകയാണ് മക്കളെ പോഷിപ്പിക്കുവാൻ. നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ ബുദ്ധിപൂർവം സൂക്ഷിക്കുന്നവളാണ് യഥാർത്ഥത്തിൽ സ്ത്രീ. നിന്റെ കയ്യിൽ വരുന്ന വരുമാനത്തെ ബുദ്ധിപൂർവം സൂക്ഷിക്കുന്നവളാണ് സ്ത്രീ. കയ്യിൽ വരുന്ന സമ്പത്തിനെ ബുദ്ധിപൂർവം സൂക്ഷിക്കുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? ഇന്ന് നാനാ ചെലവുകളിലൂടെയും സമ്പത്തിന് ദൂർത്തടിച്ച് കളഞ്ഞിട്ടാണ് നാളത്തെ ദിവസത്തിൽ നിന്റെ ഭർത്താവിനോട് പറയും, നീ കൊണ്ടുവാ. 1000 രൂപ ജോലി ചെയ്യുന്ന ഭർത്താവ് ഭവനത്തിൽ വന്ന് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. 1 ദിവസം കൊണ്ട് അത് തീർക്കുകയാണ്. ആമേൻ. 1 ദിവസം കൊണ്ട് തീർത്തതിനു ശേഷം അടുത്ത ദിവസം ഭർത്താവിന് പണികളില്ല എങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭവനം. അല്ലയോ സ്ത്രീകളെ, സമ്പത്തിനെ ബുദ്ധിപൂർവം സൂക്ഷിക്കുവാൻ നീ പഠിച്ചിരിക്കണം. 16-ാമത്തെ വാക്യത്തിൽ, 26-ാമത്തെ വാക്യത്തിൽ, അവൻ അവളെ വചനത്താലുള്ള ജലം കൊണ്ട് കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനാവുന്നു. ആമേൻ. ഭാര്യമാരെ വചനത്തിൽ ബലപ്പെടുത്തേണ്ടത് ഭർത്താക്കന്മാരായിരിക്കണം. വചനം ദൈവമാകുന്നത് കൊണ്ട് സഭയുടെ നാഥൻ ക്രിസ്തുവായിരിക്കുന്നത് പോലെ ഭവനത്തെ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പുരുഷന്മാർ സ്ത്രീകൾക്ക് ബലം നൽകണം. പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കുവാൻ പഠിക്കണം.
സ്ത്രീകൾക്ക് നൽകേണ്ടതായ ബഹുമാനം നൽകി വചനത്തിൽ ബലപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഭർത്താവ് ഭവനത്തിന് യോഗ്യതയുള്ള പുരുഷനായി തീരുകയാണ്. വചനത്തിന് അടിസ്ഥാനമില്ലാതെ, എങ്ങനെ? യഹോവയ്ക്ക്, ദൈവത്തിന് അടിസ്ഥാനമില്ലാതെ ഒരു പുരുഷനും തന്റെ ഭാര്യയെ സ്നേഹിപ്പാൻ കഴിയത്തില്ല, ബഹുമാനിക്കുവാൻ കഴിയത്തില്ല, സംരക്ഷിക്കുവാനും കഴിയത്തില്ല. ഭവനം ക്രിസ്തുവിന്റെ കൂട്ടായ്മയുടെ അവകാശമായിരിക്കുന്നത് പോലെ, പുരുഷൻ ദൈവത്തിന്റെ പ്രതീകമായിരിക്കുന്നത് പോലെ, പുരുഷൻ ഭവനത്തിന്റെ മാതൃകയുള്ളവനായി തീരണം. ആ മാതൃകയോ വചനത്തിന് അടിസ്ഥാനമായിരിക്കുന്നുവെങ്കിൽ നിന്റെ ഭാര്യ നിനക്കെതിരായി നിന്നാലും നീ കോപിക്കാതെ ശാന്തതയോടും ബുദ്ധിയോടും കൂടെ ഭവനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. അങ്ങനെ നിന്നിലൂടെ സമാധാനം ഭവനത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും. സമാധാനം ഉണ്ടാക്കുവാൻ കഴിയാത്ത സ്ത്രീയെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും എന്റെ ഭവനം, ആമേൻ, എന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. കറ, ചുളുക്കം മുതലായ യാതൊന്നും, ആമേൻ, അല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോട നിർത്തേണ്ടത് ആകുന്നു. അതുപോലെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ഭവനത്തിൽ ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാരെ പ്രവരുണ്ട്. ഭാര്യ തല്ലുന്ന ഭർത്താക്കന്മാര്, പട്ടിണി കിടത്തുന്ന ഭർത്താക്കന്മാര്, സമയാസമയം അധ്വാനത്തിന്റെ ഫലം കൊണ്ടു നൽകി ഭക്ഷണപാനീയങ്ങൾ നൽകാത്ത ഭർത്താക്കന്മാർ എത്ര പേരുണ്ടാകും? ആമേൻ. എങ്കിൽ നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നിനക്കുള്ള സകലതിനെയും നീ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക്, ആമേൻ, സകലവിധമായിരിക്കുന്ന നന്മകളും ഓഹരികളും നൽകുകയും, അല്ലയോ ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയെ നിന്റെ ശരീരം പോലെ സ്നേഹിച്ചാൽ നിന്റെ ഭാര്യയെ നിനക്ക് ഉപദ്രവിക്കാൻ കഴിയത്തില്ല, വേദനിപ്പിക്കുവാൻ കഴിയത്തില്ല. ചില ആൾക്കാരുണ്ട്, അല്പം മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ തല്ലുന്നത് നല്ല രസമാണ്. ചില ഭർത്താക്കന്മാരുണ്ട്, ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ശാരീരികമായി ഭാര്യയെ പീഡിപ്പിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അവർ മാനസികവും ശാരീരികവുമായി പീഡനം അനുഭവിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. നിന്റെ ഭാര്യ വിശന്നിരിക്കുന്നു എന്ന ബോധം നിനക്കുണ്ട് എങ്കിൽ, ഭാമേ, നീ വരുന്ന വഴിയിൽ ഭക്ഷിച്ചിട്ട ഭവനത്തിൽ പട്ടിണിയായിരിക്കുന്ന ഭാര്യയെയും മക്കളെയും നോക്കാൻ കഴിയാത്ത നീ നിന്നെയും നിന്റെ ജീവിതത്തെയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ ജീവിതത്തെ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നു. നീ ഭക്ഷിച്ചു പാനം ചെയ്താൽ നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭാര്യയെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തൃപ്തിയോടുകൂടെ കൊടുക്കുവാനും നിനക്ക് കഴിയണം. ഹോട്ടലിൽ കയറി മൂക്കുമുട്ടം ഭക്ഷണം കഴിക്കുന്ന പുരുഷന്മാരുണ്ട്. നല്ല ബീഫും നല്ല ചിക്കനും മട്ടണും ഒക്കെ വച്ച് കഴിച്ചിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയും, എനിക്ക് വിശപ്പില്ല, എനിക്ക് വേണ്ട. കാര്യം എന്താ? ഇവിടെ മീൻകറി പോലും കാണത്തില്ല, അല്പരസവും എന്തെങ്കിലും കൂട്ടാനുകൾ എന്തെങ്കിലും കാണും. ഹല്ലേലൂയ. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവോ? മക്കളെ സ്നേഹിക്കുന്നുവോ? നീ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാതെ ഭക്ഷിക്കുന്നുവെങ്കിൽ അത് നിനക്ക് ശാപമായി തീരും. നിന്റെ അധ്വാന ഫലം ഭവനത്തിൽ ഭാര്യയോടും മക്കളോടും പങ്കുവച്ച, സ്തോത്രം ചൊല്ലി ഭക്ഷണം വിളമ്പി ഭക്ഷിക്കുവാൻ കഴിയുമ്പോൾ അവിടെ സ്വർഗതുല്യമായിരിക്കുന്ന അത്താഴത്തിന്റെ, ക്രിസ്തുവിന്റെ അത്താഴം നൽകിയതായ അനുഭവം ഓരോ രാത്രികളിലും, ഓരോ പ്രഭാതങ്ങളിലും, ഓരോ ഉച്ചകളിലും
സന്തോഷം അനുഭവിക്കുകയത്രേ ചെയ്യുന്നത്. ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന ഭവനം എത്ര പേരുണ്ട്? ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത്, ചട്ടിയിലിരിക്കുന്നത് മുഴുവനും ഭർത്താവ് തിന്നിട്ട് ഭാര്യ കൊണ്ടോ എന്ന് പോലും ചോദിക്കാത്തവരുണ്ട്. മക്കൾ കൊണ്ടോ എന്ന് പോലും ചോദിക്കാത്തവരുണ്ട്. നിന്റെ ഭവനത്തിൽ എത്ര പേരുണ്ട്? അത്രയും പേർക്ക് ഭക്ഷണം നൽകി ഭക്ഷിക്കുന്നവനായിരിക്കണം യാഥാർത്ഥ്യത്തിൽ ഒരു ഭർത്താവ്. ആമേൻ. നീ ഭക്ഷണം വിളമ്പുമ്പോൾ നിനക്ക് മാത്രമല്ല, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുവാൻ പഠിക്കണം. അതാ യാഥാർത്ഥ്യത്തിൽ ആമേൻ ഒരു അത്താഴത്തിന്റെ അനുഭവം. കർത്താവോ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി സകലർക്കും ഒരുപോലെ പങ്കിട്ട് കൊടുത്തു. അവൻ അതുപോലെ അവന്റെ തിരുരക്തമായിരിക്കുന്ന വീഞ്ഞ് ആമേൻ വാഴ്ത്തി നുറുക്കി സകലർക്കും ഒരുപോലെ കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, എന്റെ ശരീരം. ഇത് കുടിപ്പിൻ, എന്റെ രക്തം. അതിലൂടെ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അത്താഴത്തിന്റെ അനുഭവം ഭവനത്തിലില്ല എങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടായ്മയും ഭവനത്തിലില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും? TV ഓൺ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒരു കയ്യിൽ മൊബൈൽ നോക്കും. ഇന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കാപ്പി കുടിക്കാനൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, ഇടത്തെ കയ്യിൽ ഫോൺ കാണും, ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണം നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറുന്നവർ നോക്കിക്കൊള്ളണം. വീട്ടിൽ തീൻമേശയിൽ ഇരിക്കുന്ന 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിൽ മൊബൈൽ കാണും, അല്ലെങ്കിൽ 5 പേരുടെ മുമ്പിൽ എന്ത് കാണും? TV കാണും. ഭക്ഷിക്കുന്നവരാ. അത്താഴത്തിന്റെ കൂട്ടായ്മകളില്ലാത്ത ആമേൻ ഭവനം. ആമേൻ. ആരും ഒരിക്കലും തന്റെ ശരീരത്തെ വെറുക്കുന്നില്ല. ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നു. നാമും അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലയോ? എന്റെ ശരീരത്തെ ആരും വെറുക്കുന്നില്ല. നീ നിന്റെ ശരീരത്തെ വെറുക്കാത്തോടത്തോളം കാലം നിനക്ക് നൽകപ്പെട്ട ഭാര്യയെയും വെറുക്കാതിരിക്കെ. നൽകേണ്ടത് നീ നൽക. ആമേൻ. അത് നൽകുമ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ നീ ക്രിസ്തു സഭയായിരിക്കുന്നത് പോലെ ഒരു ഭവനത്തിലെ പുരുഷൻ എന്ന പദവി ലഭിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. 31-ാം വാക്യത്തിൽ, അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട ഭാര്യയോട് പറ്റുചേരും, ഇരുവരും ഒരു ശരീരമായി തീരുന്നു. അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ ഇരുവരും ഒരു ശരീരമായി തീർന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്ത്രീത്വവും ഉണ്ട്, പുരുഷത്വവും ഉണ്ട്. നിങ്ങളുടെ വലത് കൈയെക്കാളും ഇടത് കൈ എപ്പോഴും വണ്ണം കുറഞ്ഞിരിക്കും. വലത് കാലിനേക്കാളും ഇടത് കാല് വണ്ണം കുറഞ്ഞിരിക്കും. വലത് കണ്ണിനേക്കാളും ഇടത് കണ്ണ് ചെറുതായിരിക്കും. നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട നിങ്ങളുടെ വലതും ഇടതും നിങ്ങൾ നോക്കണം. വലുതും ചെറുതുമായിരിക്കും. നോക്കണം. അവൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോടുകൂടെ ചേരും. ഇത് ദൈവത്തിന്റെ നീതി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട തക്കതായ തുണയെ ആമേൻ ദൈവം നൽകിയതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട തക്കതായ തുണയെ അവൻ നൽകി. ഈ തക്കതായ തുണയെ നൽകിയതായ ഭാര്യയും ഭർത്താവും പറയും, ഇത് എനിക്ക് യോജിച്ച പുരുഷനല്ലേ, ഇത് എനിക്ക് യോജിച്ച ഭാര്യയുമല്ലേ. ആമേൻ. എനിക്ക് യോജിച്ചവൻ ഭയങ്കര സുന്ദരനാ. നിനക്ക് നൽകപ്പെട്ട ഭർത്താവ യോജിച്ച ഭർത്താവ്, നൽകപ്പെട്ട ഭാര്യയാ യോജിച്ച ഭാര്യ. അതിൽ നിനക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയണം. അതിൽ നിനക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെ നീ കാണപ്പെടാതിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കും? അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞു, ഒരു ദേഹമായി തീർന്നു.
മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കണം. സ്ത്രീയെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്റെ ശാരീരിക ഇഷ്ടങ്ങൾ അവനോടുകൂടെ അവളോടുകൂടെ നിറവേറ്റിക്കൊള്ളണം. ഈ നിറവേറുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ എങ്ങനെയാ? വേദനാജനകമുണ്ടാക്കുന്ന അവസ്ഥകൾ. ഒരു ഭാര്യയോട് ഭർത്താവിനോടുകൂടെ എങ്ങനെ ഇടപഴകണമെന്ന് പോലും അറിയാതെ, ശാരീരികമായി എങ്ങനെ ഇടപഴകണമെന്ന് പോലും അറിയാതെ പെയിൻഫുൾ ലൈഫ് ഉണ്ടാക്കുന്നതായ ഭാര്യയെയും ഭർത്താവിനെയും കാണുവാൻ കഴിയും. ഭർത്താവിനെ മനസ്സിലാക്കുന്നവളായിരിക്കണം ഭാര്യ, ഭാര്യയെ മനസ്സിലാക്കുന്നവളായിരിക്കണം ഭർത്താവ്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും ഒരുക്കപ്പെട്ടവളായിരിക്കണം. ഭാര്യയ്ക്ക് വേണ്ടി എപ്പോഴും ഒരുക്കപ്പെട്ടവനായിരിക്കണം ഭർത്താവ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ നടുവിൽ പിശാച് പ്രവേശിച്ചിട്ട് വഴിതെറ്റിക്കുവാനിടയാകും. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു ദേഹവും ഒരു മനസ്സും ഒരു ശരീരവുമായിരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ പിരിഞ്ഞിരിക്കരുത്, ഭാര്യ ഭർത്താവിനെ പിരിഞ്ഞിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ സാവൂൾ ഏദേൻ തോട്ടത്തിൽ തക്കം പാർത്ത ഭാര്യയുടെ സ്ത്രീയുടെ അടുക്കൽ വന്ന് ഉപായരൂപേണ പാപത്തിൽ തള്ളിയിട്ടതുപോലെ എന്നെയും നിങ്ങളെയും തള്ളിയിടുവാൻ ഇടവരും. പാപം മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. നീ നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച വേറൊരുവനോടുകൂടെ പോകുമ്പോഴും, നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുവനോടുകൂടെ പോകുമ്പോഴും നിന്റെ കുടുംബത്തിന് നീ നാശം വരുത്തുകയത്രേ ചെയ്യുന്നത്. അല്ലയോ ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കാതിരിക്ക. അല്ലയോ സ്ത്രീജനങ്ങളെ, നിന്റെ ഭർത്താക്കന്മാരെ നീ ഉപേക്ഷിക്കാതെ ഇരിക്ക. നിന്റെ ശരീരത്തിന്റെ അവകാശമാകുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടുന്നത് നൽകി തൃപ്തിപ്പെടുത്തണം. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവൻ, സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്തവൻ ലോകം മുഴുവനും ഓടിക്കൊണ്ട് നടന്നാലും ശരി, അവന് സമാധാനം അവന് കിട്ടത്തില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു. സംസാരിക്കുവാൻ തുടങ്ങി. അച്ചോ, എന്റെ ഭർത്താവ് ആനന്ദം കണ്ടെത്തുന്ന എന്റെ ശരീരം, പുള്ളിക്കാരൻ മദ്യപിച്ച് ഒരു സമയമാകുമ്പോൾ ഭവനത്തിൽ വരും. അയാളുടെ ശാരീരിക ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ വഴങ്ങിക്കൊടുക്കണം. പക്ഷേ അപ്പോഴും പുക വലിച്ചുകൊണ്ടേയിരിക്കും. ആ പുക വലിക്കുന്നത് എന്റെ മാറിടത്തും എന്റെ തുടയുടെ ഭാഗങ്ങളിലും ആ മനുഷ്യൻ സിഗരറ്റ് വെച്ച് പൊള്ളിക്കും. ആ വേദന കൊണ്ട് ഞാൻ വിളിക്കുന്നത് അയാൾക്ക് ഭയങ്കര ഹരമാണ്. നിന്റെ ശരീരത്തെ നീ സ്നേഹിക്കുന്നുവോ? നിന്റെ ശരീരത്തെ നീ ഇങ്ങനെ പൊള്ളിക്കുമോ? നിന്റെ ശരീരത്തിന്റെ മേൽ ഇതുപോലെ മുറിവുകൾ ഉണ്ടാക്കുമോ? അല്ലയോ ഭാര്യ ഭർത്താക്കന്മാരെ, ഇരുവരും ഒരു ദേഹമായിരിക്കുന്നു. ഒരു ദേഹമായിരിക്കുന്നത് കൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്താതെയും അപമാനിക്കാതെയും വേദനിപ്പിക്കാതെയും കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്ക്. അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഒരു ദേഹമായി തീരും. ഈ അപ്പനും അമ്മയും ഈ മക്കളെ വിട്ടുകൊടുക്കത്തില്ല, പുറകെ നടക്കും. കുടുംബജീവിതത്തിനകത്ത് കലക്കമുണ്ടാക്കാൻ പുറകെ നടക്കും. നിസാര പ്രശ്നങ്ങൾക്ക് അപ്പനും അമ്മയും കയറി ഇടപെട്ടിട്ട് ആ മക്കളുടെ ജീവിതവും മരുമക്കളുടെ ജീവിതവും താറുമാറാക്കി തീർക്കുന്നതായ മാതാപിതാക്കന്മാർ. ഭർത്താവും ഭാര്യയും തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് സോൾവ് ചെയ്ത് പോകാനേ ഉള്ളൂ. സോൾവ് ചെയ്ത് പോകാതിരിക്കുന്നതിന് മുൻപ് കെട്ടി കുറെ ദിവസം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം എവിടെ കൊടുക്കും? ഭാര്യയുടെ വീട്ടിൽ കൊടുക്കും. അവൻ കഴിവ് കെട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഭാര്യയെ കുറിച്ച് ഒരു ചിത്രീകരണം കൊടുക്കും ഭർത്താവിന്റെ വീട്ടില്. ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കഴിവുകെട്ട ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി അമ്മായി അച്ഛനും കൂടി അങ്ങോട്ടൊന്ന് കയറും. ചെറിയ ഒരു പ്രശ്നത്തെ വലിയ വിള്ളലാക്കി രണ്ടുപേരെയും ഒന്നാക്കി രണ്ടുപേരെയും രണ്ടാക്കി തീർത്തിട്ട അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഭിന്നിച്ചു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വേദനയോടുകൂടെ ഇരിക്കുന്നത്. എന്റെ അപ്പന്റെ, എന്റെ അമ്മയുടെ,
എന്റെ ബന്ധുക്കളുടെ, ഉറ്റവരുടെ, മറ്റുള്ളവരുടെ എല്ലാവരുടെ വാക്കുകളും കേട്ട തൊലച്ചത് എന്റെ കുടുംബ ജീവിതമാണ്. നിനക്ക് വിവേകവും ജ്ഞാനവും കടന്നു വരുമ്പോൾ രണ്ടു വഴികളിലേക്ക് കടന്നു ചെല്ലും. ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂവിലൂടെ ഒരു സ്ത്രീ പറഞ്ഞതാണ്, എന്റെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു. ഇന്ന് എന്റെ അപ്പനും അമ്മയുമില്ല, സഹോദരങ്ങളുമില്ല. എന്റെ മകൻ വിവാഹം കഴിച്ചു, അവൻ പ്രത്യേകം ജീവിക്കുകയാണ്. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് ബുദ്ധി വന്നു, എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോയപ്പോൾ അയാൾ വേറെ കുടുംബമായി കഴിഞ്ഞു. ഞാൻ ഇന്ന് വേദന അനുഭവിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഇന്ന് ഈ ലോകത്തിലേക്ക് നടക്കുന്നത്? മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ ഒരു ദേഹമായി തീരും. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ. ഓരോരുത്തൻ അവനവന്റെ ഭാര്യയെ തന്നെ അവൻ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും വേണം. സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. എന്താണ് സ്നേഹം? സ്നേഹത്തിനു വേണ്ടി അലഞ്ഞു നടക്കുകയാ മനുഷ്യൻ. നിന്റെ ഭർത്താവിനെ ബഹുമാനിച്ച് ആദരിച്ച് ഭക്ഷണവും പാനവും ആ മനുഷ്യന്റെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ നീ നൽകി നിന്നെയും സമർപ്പിക്കപ്പെടുമ്പോൾ നിന്നിൽ നീ അറിയാതെ നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെയും ഭർത്താക്കന്മാരെയും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടുന്നത് നീ നൽകി അവളെ തന്നെ ബഹുമാനിച്ച് സ്നേഹിച്ച് അവളോട് കൂടെയായിരുന്ന അവളെ ബഹുമാനിക്കുവാൻ പഠിച്ചാൽ നീ അറിയാതെ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും. ആരും അറിയാതെ നിങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു ആത്മീക ശാരീരിക ബന്ധമുണ്ടാകും. അതത്രേ യാഥാർത്ഥ്യത്തിൽ ക്രിസ്തുവിന്റെ അനുഭവം. ആ ബന്ധമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിച്ചിട്ടേയിരിക്കും. സന്ധ്യയായി ബൈബിൾ എടുത്ത് ഭവനത്തിന്റെ അനുഗ്രഹത്തിന്, ഭർത്താവിന്റെ അനുഗ്രഹത്തിന്, മക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? 7 മണിയാകുമ്പോൾ സീരിയലിന്റെ ഫ്രണ്ടിലിരുന്നാൽ 12 മണിയായാലും എണിക്കത്തില്ല. ആമേൻ. നിന്റെ ഭവനത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് യഥാർത്ഥ സ്ത്രീകൾ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര സ്ത്രീ ജനങ്ങൾ ആമേനുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടുവാൻ കഴിയും. ഭാര്യമാരെ, നിങ്ങളുടെ ബുദ്ധിയുള്ള പെരുമാറ്റം കൊണ്ട് വഴിതെറ്റിപ്പോകുന്ന ഭർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ ഭർത്താവിനെ നീ ബഹുമാനിച്ച് അവൻ വഴിതെറ്റി പോകുന്നുവെങ്കിൽ അവന് വേണ്ടി മുട്ടിന്മേൽ പ്രാർത്ഥിച്ച് സ്നേഹ ആദരവോടുകൂടെ ക്ഷണിച്ചാൽ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നവനായിത്തീരും. 1 പത്രോസ് 3-ാം അധ്യായം 1-ന്റെ ഏറ്റവും അവസാന വാക്യത്തിൽ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടുവാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ ഭാഗ്യമായി ഇരിക്കുന്നത് അരുതോ. ഇന്നത്തെ ഭാര്യമാർക്ക് പട്ടുവസ്ത്രം ധരിക്കണം, കൂടിയ വസ്ത്രം ധരിക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ ആഡംബരത്തോടുകൂടെ നടക്കണം. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്കുണ്ട്. ഇന്നത്തെ ഫാഷനൊക്കെ കണ്ട വലിയ ഫാഷനാണ് സ്ത്രീജനങ്ങൾ നടക്കുന്നത്. വലിയ ഫാഷനാണ്. കുറ്റം പറയുന്നതല്ല, ഞാൻ ഒരൊറ്റ മനുഷ്യനെയും കുറ്റം പറയുന്നതല്ല. പൈസ ഇല്ലെങ്കിൽ 2000 രൂപ കൊടുത്ത് മുടി സ്ട്രൈറ്റ് ചെയ്യും. 2000 രൂപ കൊടുത്ത് മുടി സ്ട്രൈറ്റ് ചെയ്യും. എവിടെയെല്ലാം ഹോണുണ്ടോ അവിടെ എല്ലാം കമ്മൽ വെക്കും. പിന്നെ ഒരു പിരിയൊക്കെ ത്രെഡ് ചെയ്യണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയുന്നതല്ല ആരെയും. എന്തിനാ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്? മുടി സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ടോ, ആഡംബരമായ വസ്ത്രം ധരിക്കുന്നുണ്ടോ, പിരിയം വെട്ടുന്നുണ്ടോ,
എല്ലാം അടിപൊളിയാക്കി എല്ലാം വൃത്തിയാക്കി വെക്കണം, നല്ലത് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? തന്റെ സൗന്ദര്യത്തിൽ തനിക്ക് ബോധമില്ലാത്ത സ്ത്രീ തന്റെ ഇണയെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രകടിപ്പിക്കുന്നതായ പ്രകടനമാണ് ഈ അണിഞ്ഞൊരുങ്ങലും ആഭരണം ചാർത്തലുകളും പ്രാകൃതമായ വേഷങ്ങൾ ധരിക്കുന്നതും. തന്നിൽ സൗന്ദര്യമുള്ളവളെന്ന് ആദ്യം തനിക്ക് ബോധം വേണം. ഞാൻ സൗന്ദര്യമുള്ളവളാണ്. നീ ഇങ്ങനെയല്ല നിന്റെ ഭർത്താവിന്റെ മുൻപിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത്. നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോൾ നിന്നിൽ തന്നെ സൗന്ദര്യമില്ല എന്ന കുറ്റബോധം നിന്റെ ഉള്ളത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം നീ ചെയ്യുന്നത്. അവിടെ പറയുന്ന ഒന്നുണ്ട്, ആമേൻ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും ആമേൻ പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ ഭാഗ്യമായുള്ളതായിരിക്കരുത്. സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ സ്വർണ്ണം ഇടണമെന്ന് അറിയത്തില്ല. ഇറക്ക ഇതുവരെയൊക്കെ കാണിച്ചപ്പോ കൂടിയ സ്വർണ്ണം എല്ലാം വാരിപ്പട്ടിയിടും. ഒന്നും അല്ലെങ്കിൽ ഇമിറ്റേഷൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ച് പറച്ച് നിറച്ചിടും. നമ്മുടെ ജീവിതത്തിലെ ഒന്ന് നോക്കണം. നിമോടിയുള്ള വസ്ത്രം ധരിച്ചാലും ശരി, നിന്നെ തന്നെ നീ പിന്നിയ മുടിയ അലങ്കരിച്ച് പറക്കി വച്ചിരുന്നാലും ശരി, ആമേൻ, ഇങ്ങനെ ഉള്ളതിൽ നിന്റെ ഭർത്താവിനെ ആമേൻ സ്നേഹിപ്പാൻ കഴിയത്തില്ല. പിന്നെയോ നിന്റെ ഭർത്താവിന് നിന്നോട് ഇഷ്ടം വേണമെങ്കിൽ സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ്, അനശ്വരമായ അലങ്കാരമായ ഹൃദയം, ഭർത്താവിനെ ആദരിക്കുവാൻ കഴിയണം, നല്ല വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. 1 പത്രോസ് 3-ാം അധ്യായം ആമേൻ 4-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 4-ാം വാക്യം. സൗമ്യതയും സാവധാനമായുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. നിന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം? ഒരു സ്ത്രീ സൗമ്യതയുള്ളവളായിരിക്കണം, സകലതും അംഗീകരിപ്പാൻ കഴിവുള്ളവൾ, ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് സൗമ്യതയോടുകൂടെ പെരുമാറുവാൻ കഴിയുന്നവൾ, ശാന്തതയുള്ളവർ, എടുത്തുചാട്ടമില്ലാത്തവൾ, കോപിക്കാത്തവൾ, അവിടെ ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൾ, അനശ്വരമായ അലങ്കാരമായിരിക്കുന്ന ഹൃദയം നിനക്കുണ്ടായിരിക്കണം. സകലതും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ക്ഷമിക്കുവാനും കഴിവുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. അതാണ് ദൈവസന്നിധിയിൽ വിലയേറിയതായ അലങ്കാരം. ആമേൻ. 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് വിധേയമായിരുന്നു. വിശുദ്ധ സ്ത്രീകൾ മനസ്സും ശരീരവും കൊണ്ട് അനശ്വരമായ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അവരത്രേ സ്ത്രീ എന്ന പദത്തിന് യോഗ്യമായിരിക്കുന്ന വ്യക്തി. ഭാര്യ ഫലം കായ്ക്കുന്നവൾ. ഫലമില്ലാത്ത സ്ത്രീകളല്ല. ഈ വൃക്ഷം നിൽക്കട്ടെ, ഫലം കാച്ചില്ല എങ്കിൽ വെട്ടിക്കളയാം. ഫലമുള്ള ഫലവൃക്ഷമായി ഭവനത്തിൽ സ്ത്രീ നിന്നു കഴിഞ്ഞാൽ ആ ഫലവൃക്ഷം കായ്ക്കുന്നതായ വൃക്ഷത്തിന്റെ കൊമ്പുകൾ പോലെ, അടിവേരുകൾ ഊതി നിൽക്കുന്ന മക്കളെ പോലെ ഒരു കുടുംബം, ആ വൃക്ഷം ആമേൻ നന്മയായി തീരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്ന നന്മയും യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കൾ ആകും. 7-ാം വാക്യത്തിന്റെ ആമേൻ വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീകൾ ബഹുമാന പാത്രങ്ങളെന്നും
അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനവും കൊടുക്കുവിൻ. ഓരോ സ്ത്രീകളും അബ്രഹാമിനെ സാറ യജമാനനെ എന്ന് വിളിച്ച് കീഴടങ്ങിയിരുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നാൽ സാറയുടെ പിൻതലമുറക്കാരായി തീരും. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിച്ച് അപമാനിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിരുന്നാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അനുയോജ്യമുള്ളവളായി തീരും. ഈ രാത്രിയിലെ ഈ തിരുവചനം കേൾക്കപ്പെട്ട സകലരോടും ദൈവാത്മാവ് സംസാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കപ്പെട്ട ഈ തിരുവചനം സ്വീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ബഹുമാനവും തേജസ്സും കർത്താവിന്റെ കൃപയുടെ ആത്മാവും എന്റെ ഭവനത്തിൽ വസിക്കുവാനിടയായി തീരും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.